നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3-വേ ബോക്സ് റീവർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടു തന്നതാണ്. അദ്ദേഹം ഒരു 35 വർഷത്തിന് മുമ്പ് അയാൾ IT പഠിക്കുന്ന സമയത്ത് അന്ന് ഇതില് പ്ലാവിന്റെ മരത്തിൽ ചെയ്തതാണ്. അതായത് ഒറ്റ പലകയല്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വരുന്ന ബോക്സുകളൊക്കെ നമുക്ക് MDF-ലാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുക, അടിച്ചു കൂട്ടി സെറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷെ അന്നത്തെ അത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിന്റെ പലകയിലാണ്. അതും ഒറ്റ പലകയല്ല, പല പലകകൾ ജോയിന്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വർക്ക് നമ്മൾ കണ്ടാൽ അറിയാം, അന്നത്തെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. അത്രയും നല്ല പെർഫെക്ഷനിലാണ് ആ ഒരു ബോക്സ് അത് ചെയ്തിരുന്നത്. അത് പിന്നെ കാലക്രമേണ വർഷങ്ങളായിട്ടുള്ള ആ ഒരു പഴക്കം അതിനെ ബാധിച്ചത് കൊണ്ട് അതിന് കുറച്ച് ഒരു പഴക്കം ചെന്നു. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തട്ടലും മുട്ടലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത്. പക്ഷെ എന്റെ കയ്യിൽ കൊണ്ടുതരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് പോർഷൻ അത് അവർ എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 8 ഇഞ്ചിന്റെ വൂഫറും പിന്നെ അതേപോലെ തന്നെ 5 ഇഞ്ചിന്റെ മിഡ് ട്യൂട്ടർ അങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ അതെല്ലാം നമ്മളൊന്ന് റീവർക്ക് ചെയ്ത് എല്ലാം മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് 10 ഇഞ്ചിന്റെ ഡൂഗി സൗണ്ട്സിന്റെ 150 വാട്ട്സിന്റെ വൂഫറും അതോടൊപ്പം തന്നെ 5 ഇഞ്ചിന്റെ സിപ്പിന്റെ മിഡ് റേഞ്ച്, ഓഡിയോക്സിന്റെ ട്യൂട്ടർ, സിപ്പിന്റെ ക്രോസ് ഓവർ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റർ കോട്ട് പെയിന്റിംഗ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു, കാരണം ഓൾറെഡി അതിൽ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തത്. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അതിന്റെ ആ ഒരു ഫൈനൽ ഔട്ട് ഏതാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വർക്ക്, അതായത് ഈ ഒരു കസ്റ്റമർ നമ്മൾ ഈ ഒരു ബോക്സ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നമ്മളൊരു G-Starന്റെ റിമോട്ട് കിറ്റ്, അതായത് 2.1 റിമോട്ട് കിറ്റ് ആണ്. HDMI, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ ഇതൊക്കെയുള്ള റിമോട്ട് കിറ്റ് വെച്ചിട്ട് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ, അതിൽ സബ് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200+200, അതായത് 6 ഇഞ്ചിന്റെ വലിയ ക്യാബിനിൽ ഒരു പക്ക ഹൈഫൈ സിസ്റ്റം ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിന്റെ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഹൈഫൈ സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ ഇതിനു മുമ്പ് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമ്മൾ ഇന്നാണ് കടക്കുന്നത്. അപ്പൊ ഇതില് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ് ആണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. 6 ഇഞ്ച് സൈസ് ഉണ്ട് ക്യാബിന്. ഇതാണ് നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് 50 mm വലിയ മെറ്റൽ നോബാണ്, അത് ഇമ്പോർട്ടന്റ് നോബാണ്. പിന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 16 mm നോബാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ കൺട്രോളർ ആണ്. ഇതൊരു എൻകോഡർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് G-Starന്റെ 2.1 റിമോട്ട് കിറ്റ് ആണ്. 2.1 ആണെങ്കിലും നമ്മൾ സ്റ്റീരിയോ ആയിട്ട് മാത്രമേ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ ബാസിന്റെ കൺട്രോളും, ട്രിബിള്, അതേപോലെ മിഡ്, പിന്നെ ഇതിൽ കരോക്കെ ഉണ്ട്. 2 മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മാനുവൽ ആയിട്ടുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB പോർട്ട്, ഓൺ ഓഫ് സ്വിച്ച്. ഇതൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ലുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. 6 ഇഞ്ച് ക്യാബിൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പവർ സപ്ലൈയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ ടൊറോഡോ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 10,000 മൈക്രോഫാരറ്റിന്റെ 63 വോൾട്ടിന്റെ കപ്പാസിറ്റർ 4 എണ്ണമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3510 മെറ്റൽ ഡയോഡ് നമ്മൾ ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീരിയോ ആംപ്ലിഫയർ, അതായത് ഓരോ ചാനലിലും 200 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ബോർഡാണ്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ബോർഡുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തിയുടെ ബോർഡാണ്. 52001943 കോമ്പിനേഷൻ വരുന്ന ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം G-Starന്റെ HDMI, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിലോ, വോക്സ് എന്നിവയൊക്കെ വരുന്ന 2.1 റിമോട്ട് കിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മളിവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, 2 ചാനലിനായിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ തന്നെ SND ഓഡിയോസിന്റെ തന്നെ നമ്മൾ സോപ്പ് സ്റ്റാർട്ടർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ പവർ സപ്ലൈ ആണ് അത് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 3-വേ ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് VI ഓഡിയോസിന്റെ ആണ്. നല്ല ഓഡിയോ ക്വാളിറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു ടോൺ ബോർഡിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ടോൺ ബോർഡിന് വേണ്ടിയാണ് ആ ഒരു ഡ്യുവൽ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിനകത്തെ ഇന്റീരിയർ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാനിവിടെ 2 ഫാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന്
അകത്തേക്കും ഒന്ന് വെളിയിലേക്കും വരുന്ന രീതിയിലാണ്, എക്സോസ്റ്റ് ആയിട്ടും കൂടെ വരുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു ഫാൻ കൊടുത്തിട്ടുള്ളത്. ക്യാബിനറ്റിന്റെ സൈസ് വരുന്നത് 6 ഇഞ്ചാണ് സൈസ് വരുന്നത്. നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇവിടെ 2 ഫാനിന്റെ വെന്റുകളാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം അകത്തേക്കും ഇത് പുറത്തേക്കും വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ അസംബിൾഡ് ആംപ്ലിഫയറിലൊന്നും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ FM-ന് വേണ്ടി നമ്മളൊരു ഏരിയയിലൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറയാം. ഇത് HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, വോക്സ്, ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ ഇൻപുട്ടുകൾ വരുന്നത്. പിന്നെ ഇത് സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ 2 സ്പീക്കേഴ്സ് ആണ് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ മെയിൻസ് കോഡ് വിത്ത് ഫ്യൂസ് ആയിട്ടുള്ള ആണ് നമ്മളിവിടെ AC കോഡ് നമ്മൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതെവിടെ കാണാം, FM ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഇവിടെ കിട്ടും. ഏരിയയിൽ നമ്മൾ ഹൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ FM കിട്ടും. അപ്പോൾ നമ്മൾ ആ ചെയ്ത റീവർക്കിന്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ഇഞ്ചിന്റെ ഡോഗി സൗണ്ട്സിന്റെ വൂഫറും 150 വാട്ട്സ്, പിന്നെ 5 ഇഞ്ചിന്റെ മിഡ് റേഞ്ച് സിപ്പിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് 80 വാട്ട്സിന്റെ, പിന്നെ ഓഡിയോ എക്സിന്റെ ടൂട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിപ്പിന്റെ 3-way ക്രോസ് ഓവർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.